ഹായ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി ഇന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഡേവിഡ് ഗോൾഡ്മാനാണ്. ഞാൻ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരുപാട് വലിയ വലിയ സന്യാസിമാർ, ഇപ്പോൾ രമണ മഹർഷി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ ഈ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലാതെ ഞാൻ കണ്ട റെയറായിട്ടുള്ള ചില മഹത് വ്യക്തികളും മഹാത്മാക്കളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിൽ എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് മിസ്റ്റർ ഡേവിഡ് ഗോൾഡ്മാൻ. ഡേവിഡ് ഗോൾഡ്മാനെ നിങ്ങൾക്ക് ഈ രമണ മഹർഷിയുടെ ടീച്ചിങ്സ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കാം. രമണ മഹർഷിയെ പറ്റി ഒരുപാട് ബുക്ക് എഴുതിയ, രമണ മഹർഷിയുടെ എനിക്ക് മോസ്റ്റ് ഫേമസ് ആയിട്ട് വന്നിട്ടുള്ള പല ബുക്കുകൾ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. രമണ മഹർഷിയെ പറ്റി ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കും. രമണ മഹർഷിയുടെ കഥയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ 1970-കളിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീനേജ് ടൈമിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് പഠിക്കാൻ അവസരം കിട്ടുകയും അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഈ ഈസ്റ്റേൺ ഫിലോസഫിയിൽ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ താല്പര്യമുണ്ട്. കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു വോയിഡ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പൂർണ്ണത ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. സോ അത് ഫില്ല് ചെയ്യാനുള്ളൊരു ശ്രമം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ ഫിലോസഫി മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഈസ്റ്റേൺ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ, ഈ പരമഹംസ യോഗാനന്ദയുടെ ബുക്കൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു. ഒന്നിലും അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായില്ല. ഒരു ബുക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുക്കിലോട്ട് പോകും. ഇതൊരു തരം ഓട്ടമാണ്. ഈ ബുക്കിൽ നിന്ന് അടുത്ത ബുക്ക് വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ബുക്ക്, ആ സെർച്ചിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വേറൊരു ബുക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തു നിന്ന് ഒരാളൊരു ബുക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് ഒരു ബുക്ക് വന്ന് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വീണു. അദ്ദേഹം നോക്കിയപ്പോൾ അത് രമണ മഹർഷിയുടെ ഒരു ബുക്കാണ്. ഈ രമണ മഹർഷിയുടെ ബുക്ക് അദ്ദേഹം എടുക്കുകയും എന്നാൽ പിന്നെ ഇന്ന് ഈ ബുക്ക് വായിക്കാം എന്ന് കരുതി അദ്ദേഹം ആ ബുക്ക് വായിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ആ ബുക്ക് അദ്ദേഹം വായിച്ചതോടുകൂടി പിന്നീടൊരു ബുക്കിനെ അന്വേഷിച്ച് പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ആ ബുക്കിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നെ കയ്യിലുള്ള കുറച്ച് കാശൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നു. കുറച്ച് നാളൊക്കെ ഇന്ത്യയിൽ താമസിച്ച് ഇവിടെയൊക്കെ കറങ്ങി നടന്നു. ഇവിടെ നിന്നൊക്കെ വലിയ ആത്മീയ പുരോഗതിയൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം തിരുവണ്ണാമലയിലൊക്കെ വന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആശ്രമമൊന്നും അന്ന് ഇത്രയും ഫേമസ് ആയിട്ടില്ല. കാരണം രമണ മഹർഷിയുടെ കാലത്ത് രമണാശ്രമം വളരെ ഫേമസ് ആയിരുന്നെങ്കിലും പിന്നീട് രമണാശ്രമത്തിലൊരു ഡിക്ലൈൻ ഉണ്ടായി. അതായത് ഈ രമണാശ്രമത്തിൽ രമണ മഹർഷിയുടെ പ്രസൻസ് ഇല്ലാത്തതിനു ശേഷം അവിടെ പിന്നെ ആളുകൾ വരാതായി. പിന്നെ എനിക്ക് തോന്നുന്നു 1950 മുതൽ 80 കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് 90-കളിലും പറയാം, ആ ഒരു കാലഘട്ടത്തിനിടയിൽ അവിടെ വിസിറ്റേഴ്സ് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജനസാഗരമായിരിക്കും. അത്രയും തിരക്കുള്ളൊരു സ്ഥലമായത് മാറി. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹം അവിടെ എത്തി കുറേ നാൾ അവിടെയൊക്കെ കറങ്ങി നടന്നു. എപ്പോഴും ഈ ഗിരിവലത്തിനൊക്കെ പോകും. അതായത് ഈ ഗിരിവലം എന്ന് പറഞ്ഞാൽ തിരുവണ്ണാമലയ്ക്ക് ചുറ്റും 12 കിലോമീറ്റർ നടക്കുന്നൊരു പ്രോസസ്സാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അവിടെ നടന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന മണ്ടത്തരമാണോ? എപ്പോഴും ഒരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മൾ ഏത് സ്പിരിച്വൽ പ്രാക്ടീസ് ഫോളോ ചെയ്താലും ഒരു ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അദ്ദേഹം ആ ഡൗട്ടോട് കൂടി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഗിരിവലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സുള്ളിലോട് ചോദിക്കുകയാണ്, ഞാൻ തിരിച്ചു പോട്ടെ, ഞാനിവിടെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഞാനിനി എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം പെട്ടെന്ന് ഈ തിരുവണ്ണാമലയിലേക്ക് തിരിയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആരോ പിടിച്ച് തിരിച്ച് ഇങ്ങനെ മലയിലോട്ട് നോക്കുന്ന വിധത്തിൽ നിർത്തി എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം അങ്ങോട്ട് സംഭവം ഉണ്ടായി. അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു സൈനായിട്ട് തോന്നി. ഇതൊരു സൂചനയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ രമണ മഹർഷിയുടെ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അവിടെ നിന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം എഴുത്തുകാരൊന്നും അല്ല അന്ന്. അപ്പം അങ്ങനെ ഇരിക്കവെയാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിരിക്കാൻ ചിലവിന് പൈസ വേണമല്ലോ, അതിനൊരു നിവൃത്തിയില്ല നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു എഡിറ്ററിനെ പരിചയപ്പെടുകയും ആ എഡിറ്റർ ഇങ്ങനെ പറയും, നമുക്ക് ഇവിടെ രമണ മഹർഷിയുടെ ജീവിതത്തെ പറ്റി എഴുതാൻ ഒരാളെ വേണമെന്ന് അവർ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇംഗ്ലീഷുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊക്കെ എഴുതാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എഴുതാം, കാരണം അദ്ദേഹത്തിന് എങ്ങനെയും ഇവിടെ പിടിച്ചു നിന്നാൽ മതി, കുറച്ച് ചിലവിന് കാശ് വേണം. സോ അതുകൊണ്ട് അദ്ദേഹം അത് എഴുതാൻ തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം എഴുത്തുകാരനായി മാറി. ആ ബുക്ക് ഭയങ്കര ഫേമസ് ആയി, ലോകം മൊത്തം വിറ്റുപോയി. പിന്നീട് അദ്ദേഹം എനിക്ക് 16ഓളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട് രമണാശ്രമത്തെ പറ്റിയും രമണ മഹർഷിയെ പറ്റിയും. പിന്നീട് ഇന്ത്യയിൽ മൊത്തം അദ്ദേഹം യാത്ര ചെയ്തു. പാപ്പാജി എന്ന് പറയുന്ന രമണ മഹർഷിയുടെ തന്നെ ശിഷ്യനായിരുന്ന അല്ലെങ്കിൽ ഭക്തനായിരുന്ന ഒരു വ്യക്തിയുടെ കൂടെ അദ്ദേഹം ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിസാർഗദത്ത മഹാരാജൻ്റെ കൂടെ അദ്ദേഹം ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജീവിച്ചിരുന്ന മഹാത്മാക്കളോടൊപ്പം ഒരുപാട് കാലം സമയം ചെലവഴിച്ച വ്യക്തിയാണ് അദ്ദേഹം ഈ രമണാശ്രമത്തിൽ രമണ മഹർഷിയുടെ ഒരുവിധ എല്ലാ ബുക്കുകളും, അവിടുത്തെ ആർക്കൈവ്സ് മൊത്തം അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്.
അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത്, കാരണം അദ്ദേഹത്തിന് തമിഴ് അറിയില്ല, പലതും തമിഴിലാണ്. അതൊക്കെ അദ്ദേഹം കമ്പൽ ചെയ്ത് ബുക്കുകളാക്കി. രമണ മഹർഷിയുടെ പഴയ ഭക്തന്മാരെ പോയി കണ്ട് അവരെ നേരിട്ട് അനുഭവിച്ച ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും രമണ മഹർഷിയുടെ ടീച്ചിങ്സും ഒക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് അദ്ദേഹത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ബുക്ക് പവർ ഓഫ് പ്രസൻസ് എന്ന് പറയുന്നൊരു ബുക്കായിരിക്കാം. ആ ബുക്കിൽ രമണ മഹർഷിയുടെ പ്രസൻസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റിനും സംഭവിച്ച ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ബി ആസ് യു ആർ എന്നത് പറയുന്ന ബുക്കിലാണ് ഏറ്റവും കൂടുതൽ രമണ മഹർഷിയുടെ ടീച്ചിങ്സിനെ പറ്റി പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതും ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ ഉള്ളത്. എനിവേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി. അദ്ദേഹം പിന്നീട് എനിക്കൊന്ന് വളരെ ഒരു 40-45 വയസ്സ് ആ ഒരു ലേറ്റിലാണെന്ന് തോന്നുന്നു അദ്ദേഹം കല്യാണം കഴിച്ചു. എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് സ്ത്രീയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അദ്ദേഹം ഇപ്പോഴും തിരുവണ്ണാമലയിലാണ് താമസിക്കുന്നത്, ഇന്ത്യയിൽ. ഇത്രയും വർഷമായി. അദ്ദേഹം 1980കളുടെ അവസാനത്തിൽ ഇവിടെ വന്നതാണ്. ഇപ്പോഴും ഇന്ത്യയിലാണ് അദ്ദേഹം സ്ഥിരതാമസം ഉള്ളത്. അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടുണ്ട് തിരുവണ്ണാമലയിൽ. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അല്ലെങ്കിൽ തിരുവണ്ണാമലയിൽ ചൂട് കൂടുന്ന സമയത്ത്, അതായത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അദ്ദേഹം ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യുകയും പിന്നീട് നാട്ടിൽ വരികയൊക്കെ ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ കലുഷിതമായ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഡേവിഡ് ഗോൾഡ്മാനെ കാണുന്നത്. തിരുവണ്ണാമല വെച്ച് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും നമ്മൾ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രമണ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രമണാശ്രമത്തിൽ ലൈബ്രറിയുടെ ഫ്രണ്ടിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. രമണാശ്രമം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ, അതെ, അവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് വളരെ ആങ്ഷ്യസ് ആണ്. എനിക്ക് ആങ്സൈറ്റി പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി എന്ത് ചെയ്യണം എന്നൊരു ധാരണയില്ല. ഞാൻ ഈ ആങ്സൈറ്റിയിൽ തന്നെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾക്ക് ശരിക്കും ഇത് രമണ മഹർഷിയിൽ വിശ്വാസമുണ്ട്, അതായത് രമണ മഹർഷിയിലെ ഒരു എൻലൈറ്റൻഡ് ബീയിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ വരെ എത്തിയത്. ഞാൻ ഡേവിഡ് ഗോൾഡ്മാനായിട്ട് സംസാരിക്കാനുണ്ടായ കാരണം തന്നെ അദ്ദേഹത്തിന് രമണ മഹർഷിയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ആങ്സൈറ്റി വരുമ്പോൾ നിങ്ങൾ ആ ആങ്സൈറ്റി ദൈവത്തിനെ ഏൽപ്പിക്കുക, അതായത് രമണ മഹർഷിയെ ഏൽപ്പിക്കുക. നിങ്ങൾ രമണ മഹർഷിയോട് പറയുക, ദാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഈ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാണ്, ഇനി ഈ പ്രശ്നം നിങ്ങൾ ഡീൽ ചെയ്തോ, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഈ മെത്തേഡ് ട്രൈ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. ഇതെപ്പോഴും ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാറ്റിയൊരു ഉപദേശമായിരുന്നു അത്. ഞാൻ പിന്നീട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് വിഷമം ഉണ്ടായാലും എന്ത് ആങ്സൈറ്റി വന്നാലും ഞാനത് ദൈവത്തിൽ അർപ്പിച്ചിട്ട്, അതായത് രമണ മഹർഷിയിൽ അർപ്പിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കും. ഞാൻ പറയുന്നത് ഇതാണ് എൻ്റെ പ്രശ്നം, ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇത് ഞാൻ എൻ്റെ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്, എൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. എനിക്കൊരു ഭയങ്കരമായ ആങ്സൈറ്റി ഉണ്ടായാൽ ഞാനത് രമണ ഭഗവാന്റെ കാൽച്ചുവട്ടിലോട്ട് വെച്ചിട്ട് ഞാൻ പറയും, താങ്കളത് ഡീൽ ചെയ്തോ, എനിക്കത് ഡീൽ ചെയ്യാൻ വയ്യ എന്ന് പറയും. ഇതൊരു കൈൻഡ് ഓഫ് സെൽഫ് സറണ്ടറിങ് മെത്തേഡാണ്. ഹാഫ് സറണ്ടറിങ് ആണ് ഒരു തരത്തിൽ, പിന്നീട് ഫുൾ സറണ്ടറിലേക്ക് നയിക്കുന്നതാണ് പറയപ്പെടുന്നത്. എനിവേ, ആ ഒരു മെത്തേഡ് അദ്ദേഹം പറഞ്ഞു തന്ന ആ ഒരു ഉപദേശം എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കത് വർക്കായി എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഡേവിഡ് ഗോൾഡ്മാനോടൊപ്പം സ്പെൻഡ് ചെയ്ത സമയത്തിൽ സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്ന ടോപ്പിക് ഒന്നായത് കൊണ്ടായിരിക്കാം, താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം നമ്മളത് എൻജോയ് ചെയ്തു. അദ്ദേഹം വളരെ പ്ലസൻ്റ് ആയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചിരി കേൾക്കാൻ നല്ല രസമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് ചിരിക്കുന്നത്, അത് കാണാൻ നല്ല രസമാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 40 വർഷത്തിന് മേലെയായി. അദ്ദേഹം അത്രയും കാലവും രമണ മഹർഷിയുടെ ഭക്തനാണ്. അദ്ദേഹം പപ്പാജിയോടൊപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹം നിസർഗദത്ത മഹാരാജനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം സ്ഥിരമായി പോകുന്ന വേറൊരു എൻലൈറ്റൻഡ് ബീയിങ് തിരുവണ്ണാമലയിലുണ്ട്. ആരെന്നിപ്പം ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഞാനും അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഞാൻ പറയുന്നത്, അപ്പോൾ ഇത്രയൊക്കെ കാലങ്ങൾ ഇവിടെ കടന്നു പോയല്ലോ. ഇത്രയും കാലമായി രമണ മഹർഷിയെ ഫോളോ ചെയ്യുന്നു, രമണ മഹർഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാപ്പാഠം, രമണ മഹർഷിയുടെ ടീച്ചിങ് എല്ലാം അറിയാം, രമണ മഹർഷിയുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും, അന്ന് ജീവിച്ചിരുന്നവരെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അണ്ണാമലൈ സ്വാമിയായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അണ്ണാമലൈ സ്വാമിയുടെ ഉപദേശങ്ങളും അദ്ദേഹത്തെ പറ്റിയുള്ള ബുക്ക് എഴുതിയതും ഈ ഡേവിഡ് ഗോൾഡ്മാനാണ്. അങ്ങനെ ഒരുപാട് കാര്യം. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലമായി ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം? അതായത് നിങ്ങൾ ശരിക്കും എൻലൈറ്റൻമെൻറ്റ് നേടിയോ? അതായത് ബോധോദയം എന്ന് പറയുന്ന കാര്യം രമണ മഹർഷി പറയുന്ന ഈ ആത്മവിചാരം ചെയ്തതോടുകൂടി നിങ്ങൾ ആ ജ്ഞാനത്തിലേക്ക് എത്തിയോ? ശുദ്ധബോധമായി താങ്കൾ മാറിയോ എന്ന് ഞാൻ ഡേവിഡ് ഗോൾഡ്മാനോട് ശരിക്കും ചോദിച്ചു. നേരിട്ട് തന്നെ ചോദിച്ചു, വളരെ ഫ്രാങ്കായിട്ട്. എനിക്കത് അതിൻ്റെ ഔചിത്യത്തെ പറ്റിയൊന്നും ഞാൻ അപ്പം ചിന്തിച്ചില്ല. ഞാൻ തുറന്നടിച്ച് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്നും ക്ലെയിം ചെയ്യാൻ റെഡിയല്ല. അതായത് എനിക്കൊരു അവകാശവാദവും ഇല്ല ഒന്നിലും.
എനിക്കങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, അദ്ദേഹം ഞാൻ ഇതായി തീർന്നൊന്നും ഒരു അഹങ്കാരത്തോടുകൂടി പറയുന്നില്ല. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഫ്രൈസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അപ്പോൾ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സമാധാനത്തിലാണോ? അതായത് പീസായി മാറിയോ? അതായത് നിങ്ങൾക്കിപ്പോൾ സമാധാനമുണ്ടോ? എന്തിനും ഏതിനും എപ്പോഴും സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഈ യാത്രയിൽ നിങ്ങൾ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കണ്ടെത്തിയോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുഞ്ചിരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സമാധാനം കണ്ടെത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വളരെ മനോഹരമായ ഒരു എൻകൗണ്ടർ ആയിരുന്നു. എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഈ ആത്മീയപരമായ എൻകൗണ്ടറുകളിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു എൻകൗണ്ടർ ആയിരുന്നു അത്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഈ കഥ ഇവിടെ എനിക്ക് പറയണം തോന്നി. ഞാൻ ഇതിലൂടെ ഡേവിഡ് ഗോൾഡ്മാനും ഞാനും ഒപ്പം എടുത്തൊരു ഫോട്ടോ വയ്ക്കുന്നുണ്ട്. ആ ഫോട്ടോ ആക്ച്വലി AI ആണ്. അതായത് ഒറിജിനൽ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ ഫോട്ടോയിൽ എൻ്റെ കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെ ഞാൻ വീഡിയോയിൽ വെക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അവരെ ക്രോപ്പ് ചെയ്ത് മാറ്റാനായിട്ട് ഞാൻ AI ആപ്പാണ് ഉപയോഗിച്ചത്. ഈ AI ആപ്പിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ചിലപ്പോൾ ആളെ ക്രോപ്പ് ചെയ്ത് കളയാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് വരെ അവർ മാറ്റിക്കളയും ഫോട്ടോയിൽ. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും. വ്യത്യാസം തോന്നിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇത് ഒറിജിനൽ ഫോട്ടോ അല്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒറിജിനൽ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോയിൽ എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ ആ ഫോട്ടോയിൽ നിന്ന് എനിക്ക് കോപ്പി ചെയ്ത് മാറ്റേണ്ടി വന്നു. എനിവേ, ഡേവിഡ് ഗോൾഡ്മാൻ ഇപ്പോഴും തിരുവണ്ണാമലയിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അദ്ദേഹം, ഞാൻ ലാസ്റ്റ് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ജൂലൈ സ്റ്റാർട്ടിങ്ങിലായിരിക്കും അദ്ദേഹം തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ റെഡിയാകും എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിച്ചാലും അദ്ദേഹം ആ സംശയത്തിന് മറുപടി പറയും. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ അദ്ദേഹം സൗകര്യമുള്ളൊരു സ്ഥലം പറയും. മിക്കവാറും രമണാശ്രമമായിരിക്കും. അവിടെ വന്നിട്ട് അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സ്പിരിച്വൽ പ്രാക്ടീസുമായിട്ട്. അതിന് മറുപടി തന്നിട്ട് അദ്ദേഹം പോകും. അത്രേ ഉള്ളൂ. അദ്ദേഹം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊന്നും കൊടുത്താൽ അദ്ദേഹം വാങ്ങിക്കില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ബുക്സ് തന്നെ ഒരുപാട് റോയൽറ്റി ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഡെയിലി റൊട്ടീനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വെജിറ്റേറിയൻ ഫുഡുകളാണ് കഴിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ തിരുവണ്ണാമലയിൽ രമണാശ്രമത്തിൽ നിന്ന് വിരൂപാക്ഷ കേവ് വരെ നടക്കാറുണ്ട്. എനിക്കൊന്ന് ഒരു 3-4 കിലോമീറ്ററുള്ള ഒരു കുന്ന് കയറ്റമാണ്. അദ്ദേഹം ആ കുന്നിൻ്റെ മേൽഭാഗം വരെ നടന്നിട്ടിറങ്ങും. അത് അദ്ദേഹം ഒരു ആത്മീയ യാത്രയായിട്ടാണോ ചെയ്യുന്നത്, അതോ അദ്ദേഹം ഒരു എക്സസൈസ് ആയിട്ടാണോ ചെയ്യുന്നത്, ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആയിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രമണ മഹർഷി സ്ഥിരമായി ചെയ്തിരുന്നൊരു കാര്യമാണ്. അദ്ദേഹം അത് സ്ഥിരമായി ചെയ്യാറുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം അവിടെ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിന് വൈകുന്നേരങ്ങളിൽ വേറെ മറ്റ് അത്യാവശ്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം തിരുവണ്ണാമലയിലൊന്ന് ആ മലയുടെ മുകളിലേക്ക്, അരുണാചല ഹില്ലിലേക്ക് ഒന്ന് കയറി ഇറങ്ങും അദ്ദേഹം. അതാണ് അദ്ദേഹം ചെയ്യാറുള്ളൊരു ആക്ടിവിറ്റി സ്ഥിരമായിട്ട്. എനിവേ, കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഉപയോഗം ഉണ്ടായെങ്കിൽ ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു.